പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മാനസയെ ചെന്ന് കാണുന്ന സാഗർ ഒടുവിൽ ഡൽഹിയിലേക്കുള്ള യാത്രയ്ക്ക് തയ്യാറായിക്കൊള്ളാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കമ്പനിക്ക് വേണ്ട ഡിസൈൻ നീ ഒരു തവണ വരച്ച് ഞങ്ങളെ എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഇനി ഡൽഹിയിൽ പോയി ലൈവായി വരച്ച് നീ അവരെ കൂടി ഞെട്ടിച്ചു കളയണം. അതോടെ ബലരാമന്റെ എല്ലാ പദ്ധതികളും തകർന്ന് താഴെ വീഴും. ഈ കാര്യത്തിൽ എനിക്ക് ഫുൾ കോൺഫിഡൻസ് ആണ് നിന്നിലുള്ളത്. ധൈര്യമായി മാനസ ഡൽഹിയിലേക്ക് പോയിക്കൊള്ളൂ എന്ന് സാഗർ അറിയിച്ചതിനെ തുടർന്ന് ആകെ തകർന്നു പോയിരിക്കുകയാണ് മാനസ. മാത്രവുമല്ല, ഇനി എങ്ങനെയാണ് സത്യങ്ങളെല്ലാം ഞാൻ തുറന്നു പറയുക എന്നുള്ള ചോദ്യം ബാക്കി ആവുകയും ചെയ്യുന്നു. ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറയുകയാണ് എങ്കിൽ എന്നെ വിശ്വസിക്കുന്നതിന് ആരെങ്കിലും തയ്യാറാകുമോ? എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുകയില്ലേ എന്നീ ചോദ്യങ്ങൾ മുന്നിലേക്ക് കയറി വന്നതിനെ തുടർന്ന് മാനസയ്ക്ക് ഉത്തരമില്ലാത്ത അവസ്ഥ ആവുകയാണ്. ആന്റിയമ്മയെ ചെന്ന് കണ്ട് ഇതേ തുടർന്ന് കാര്യങ്ങൾ പറഞ്ഞാലേ ശരിയാവുകയുള്ളൂ എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു. സാഗറിനോട് നോ പറയാൻ സാധിക്കാത്ത അവസ്ഥയായതിനാൽ ഞാൻ ചെയ്യാം സാഗർ, എന്നെ കഴിവിൻ്റെ പരമാവധി കമ്പനിക്ക് വേണ്ടി ഞാൻ ചെയ്യും എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് മാനസ. ഇതേ തുടർന്ന് വീണ്ടും ആന്റിയമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്ന മാനസ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് എന്ന് വ്യക്തമാക്കുകയാണ്. എനിക്കറിയില്ല ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന്. എല്ലാ കാര്യവും ഇപ്പോൾ എനിക്ക് എതിരായിട്ടാണ് പോകുന്നത് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് നീ ചെയ്തത് തെറ്റ് തന്നെയാണ്. നീ നിന്റെ ശവക്കുഴി തോണ്ടി എന്ന് തന്നെ പറയേണ്ടതായി വരും. രണ്ടു വട്ടവും നീ കൺമണിയെ കൊണ്ട് തന്നെയാണ് ഡിസൈൻ ചെയ്യിപ്പിച്ചത്. അതുകൊണ്ട് ഇനി ഈ ഡിസൈൻ കോമ്പറ്റീഷനിൽ നീ ജയിച്ചില്ല എങ്കിൽ അത് നിന്റെ വിവാഹത്തെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും നിനക്ക് വേണ്ട. കാര്യങ്ങൾ അത്രയ്ക്ക് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കുകയാണ്. ഇതിപ്പോൾ അലിഗ ഡിസൈൻസിന്റെ പ്രസ്റ്റീജ് കാര്യമാണ്. അപ്പോൾ നീ അതിൽ തിരിമറി കാണിച്ചു എന്നുള്ള കാര്യം പുറത്തു വരികയാണ് എങ്കിൽ നിന്റെ ജീവിതം തന്നെ ഇല്ല എന്ന് വേണം കരുതാൻ. ഇത് കേൾക്കുന്ന മാനസ, ആന്റിയമ്മ ഇങ്ങനെ എന്നെ ഭയപ്പെടുത്താതെ, എനിക്കൊരു സൊല്യൂഷനാണ് വേണ്ടത്. ഞാനിതെല്ലാം ചെയ്തത് കൃഷിനെ സ്വന്തമാക്കാനാണ്, അല്ലാതെ ഒന്നിനുമല്ല. എനിക്ക് അല്ലാതെ യാതൊരു ഉദ്ദേശവുമില്ല എന്ന് ആന്റിയമ്മയ്ക്ക് അറിയാമല്ലോ. ആന്റിയമ്മ മാത്രമാണ് ഇപ്പോൾ എന്നെ സഹായിക്കാനുള്ളത്. എന്നെ ആന്റിയമ്മ സഹായിച്ചേ മതിയാകൂ. ദയവായി എന്നെ സഹായിക്കണം. എനിക്ക് മറ്റാരും തന്നെയില്ല. എന്നെ സഹായിച്ചേ മതിയാകൂ ആന്റിയമ്മ എന്ന് പറഞ്ഞതിനെ തുടർന്ന് ആന്റിയമ്മ, നീ വിഷമിക്കാതിരിക്കുമോളെ, ഒരു സൊല്യൂഷൻ ഞാൻ തന്നെ നിനക്ക് കണ്ടെത്തി തരാം. ഇല്ലെങ്കിൽ നിന്റെ ഭാവി അപകടത്തിലാകും എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നിന്നെ സഹായിക്കാൻ ഇവിടെ മറ്റാരുമില്ല, ഞാൻ തന്നെയേ ഉള്ളൂ എന്ന് എനിക്ക് അറിയാം. ഞാൻ എന്തായാലും കൺമണിയെ കണ്ട് സംസാരിച്ചു നോക്കട്ടെ. ഇത് കേൾക്കുന്ന മാനസ, അത് നല്ലൊരു ഐഡിയയാണ്. പക്ഷെ അധികം പ്രതീക്ഷയൊന്നും വേണ്ട. അവളെ നിന്റെ കൂടെ അയക്കുകയും അവിടെ വെച്ച് ആൾമാറാട്ടം നടത്തുകയും ചെയ്യാതെ കാര്യങ്ങൾ ശരിയാവുകയില്ല. പക്ഷേ അത് വളരെ റിസ്ക് പിടിച്ച കാര്യമാണ്. ഒന്നാമത് കൃഷിന് നല്ല സംശയമുണ്ട്. നിന്റെ കൂടെ അവളെ അയക്കുക എന്നുള്ള കാര്യം മുന്നോട്ട് വെച്ചാൽ തന്നെ അതിന് 100 ചോദ്യങ്ങൾ വരും. അത് എങ്ങനെ നമ്മൾ ടാക്കിൾ ചെയ്യണം എന്ന് ആലോചിക്കണം. മാത്രവുമല്ല, നിന്റെ ഐഡന്റിറ്റി ഒരുപക്ഷെ അവിടെ അറിയുകയാണ് എങ്കിൽ പിന്നെ കാര്യങ്ങൾ നടക്കുകയില്ല. ഇത് കേൾക്കുന്ന മാനസ, സത്യങ്ങളെല്ലാം ഞാൻ സാഗറിനോട് തുറന്നു പറഞ്ഞാലോ? എനിക്ക് തെറ്റുപറ്റിപ്പോയതായി ഞാൻ പറയുകയും ചെയ്യാം. നല്ല കാര്യമായിരിക്കും. ആ കാര്യം അറിയുകയാണ് എങ്കിൽ അലിഗ ഡിസൈനിന്റെ ഇപ്പോഴത്തെ അവസ്ഥയും കൂട്ടി വായിച്ചു നോക്കിയേ.
നിന്നെ കമ്പനിയിൽ നിന്ന് പുറത്താക്കും. മാത്രവുമല്ല, ജീവിതത്തിൽ ഒരിക്കലും കൃഷിനെ നിനക്ക് കിട്ടുകയില്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. അത് അതുകൊണ്ട് നീ ആ വഴിക്ക് ചിന്തിക്കാതിരിക്കുന്നതാവും നല്ലത് എന്ന് പറയുകയും ചെയ്യുന്ന ആൻറ്റിയമ്മ പക്ഷേ നമുക്ക് തന്ത്രത്തിൽ ഈ കാര്യം ഒന്ന് അവതരിപ്പിച്ച് നോക്കാമെന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് പകുതി ആശ്വാസമായിരിക്കുകയാണ് മാനസയ്ക്ക്. ഇതേ തുടർന്ന് ആൻറ്റിയമ്മ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നതിനായി സാഗറിന്റെ അടുത്തേക്ക് വരികയാണ്. സാഗറിനോട് ഇവളെ ഒറ്റയ്ക്ക് വിടേണ്ട ആവശ്യമുണ്ടോ? ഇവളുടെ കൂടെ ഒരു കൂട്ടായി കൺമണിയെയോ മറ്റോ അയക്കുന്നത് നല്ലതല്ലേ എന്ന് ചോദിച്ചതിനെ തുടർന്ന് സാഗർ ആദ്യമൊന്ന് സംശയിക്കുന്നു. ഇതേ തുടർന്ന് കൺമണി ഇവളുടെ കൂട്ടായി പോകണം എന്നുള്ള കാര്യം നിർബന്ധമാണോ? ശരിക്ക് ഇവൾ മാത്രം പോയാൽ പോരെ? ഇവളാണ് അവിടെ ചെന്ന് എല്ലാവരുടെയും മുൻപിൽ വെച്ച് വരയ്ക്കേണ്ടത്. കൺമണി പോയിട്ട് വലിയ ഉപകാരമൊന്നും ഉണ്ടാവുകയില്ല. അതല്ല സാഗർ, കൺമണി കൂടി പോവുകയാണ് എങ്കിൽ ഇവൾക്കൊരു കൂട്ടാകും. ഇവൾ അവിടെ ഒറ്റപ്പെടില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് സാഗർ അവിടെ നിന്ന് പോയതിനെ തുടർന്ന് കാര്യങ്ങൾ ഒരുവിധം സെറ്റായി എന്ന് ഉറപ്പിക്കുകയാണ് ആൻറ്റിയമ്മ. എന്നാൽ ഇതേ സമയമാണ് ക്രിഷ് കൺമണിയോട് ഞാൻ എല്ലാ കാര്യവും അറിഞ്ഞു എന്ന് കാറിൽ വെച്ച് പറയുന്നത്. നീയാണ് ഡിസൈൻ ചെയ്തത് എന്നുള്ള കാര്യം എനിക്ക് അറിയാം. നീ എത്രയൊക്കെ നിഷേധിച്ചിട്ടും അത് കാര്യമില്ല. അതുകൊണ്ട് സത്യങ്ങൾ നീ ഇപ്പോൾ സമ്മതിക്കുന്നതാണ് നല്ലത്. മാത്രവുമല്ല, അലിഗ ഡിസൈൻസിന് ഇപ്പോൾ വളരെ വലിയൊരു കഷ്ടകാലമാണ് വന്നിരിക്കുന്നത്. നീ വേണം അതിൽ നിന്ന് കമ്പനിയെ കരകയറ്റുന്നതിന്. അതിന് നിന്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്. ചതികളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. കമ്പനി നഷ്ടത്തിലേക്ക് പോകാൻ പാടില്ല. കമ്പനിയെ രക്ഷിക്കാൻ നീ സഹായിക്കണം എന്ന് ക്രിഷ് പറഞ്ഞതിനെ തുടർന്ന് കൺമണിയാകെ ഞെട്ടിപ്പോവുകയും ഒടുവിൽ കമ്പനിക്ക് വേണ്ടി ക്രിഷിന് വേണ്ടി മുന്നിലേക്ക് വരികയും ചെയ്തിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.